ഇല്ലാതാകുന്നതോടുകൂടി ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ ഇവിടുത്തെ ബിസിനസ് ലോകത്ത് ഒരേ ഒരു രാജാവ് മാത്രമേ കാണൂ. അത് ഈ CK ചന്ദ്രബോസ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഈശ്വരമംഗലത്തിന്റെ ക്ലയൻസ് എല്ലാം എന്നെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. എന്നാലും അവിടുത്തെ കൊഴിഞ്ഞുപോക്ക് ശക്തമാണ്. എന്റെ മോനൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, അതിനുശേഷം നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. എന്താ ചോദിച്ചു കേട്ടില്ലേ? എന്താന്ന്? ഒന്നുമില്ല. ഇറങ്ങി പോ, വെളിയില് പോകാൻ. സാറേ, ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. ഇവിടെ കുക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കി, നമുക്ക് പിന്നെ സംസാരിക്കാം. ലിവർ കണ്ടില്ലേ? ഇത് താഴ്ത്തിയ മുഴുവൻ ഓഫാവും. ആണോ? എന്താ ഓഫ് ചെയ്യ്. നാശം പിടിക്കാൻ കറണ്ടും പോയല്ലോ. സാറേ, നോക്കി നിന്നോ, ആരെങ്കിലും ഒക്കെ ചാടിപ്പോവും. ഇതെന്താണോ കറണ്ട് പോയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെർട്ടർ ഓൺ ആവാത്തത്? ആ മെയിൻ സ്വിച്ച് കംപ്ലൈന്റ് ആയി കാണും സാർ. ഓ ബെസ്റ്റ്. അത് എന്നോടാണോ ചോദിക്കുന്നത്? ഇലക്ട്രീഷ്യനെ വിളിച്ചോണ്ട് പോയി നോക്കണോ? ശരി സാർ. ചേട്ടാ, ചേട്ടനാണോ ഗൗതം? അതെ. എന്താ? ചേട്ടനെ സാറ് വിളിക്കുന്നുണ്ട്. ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ ചെല്ലാൻ പറഞ്ഞോ? അതേന്നെ, നാളെ എന്റെ റിമാൻഡ് തീരുവാ. കോടതി പോകേണ്ട കാര്യം ചോദിക്കാൻ ചെന്നപ്പോഴാ ഇയാളെ വിളിക്കാൻ എന്നെ ഏൽപ്പിച്ചു വിട്ടത്. സൂപ്രണ്ടാണോ വിളിച്ചത്? അല്ല, ഡെപ്യൂട്ടി സൂപ്രണ്ട് സാറാ. ചെന്ന് നോക്ക്, വല്ല ഉപകാരമുള്ള കാര്യമാണെങ്കിലോ. ശരി, ഞാൻ പോയിട്ട് വരും. ഇതാരോ മനഃപൂർവ്വം ഓഫ് ചെയ്താണല്ലോ. ആ, പെട്ടെന്ന് ഓണാക്ക്. അവിടെ ഒരാൾ മരിച്ചടക്കുന്നു. അവിടെ കിട്ടിയ സമയം കൊണ്ട് സ്ഥാപിച്ചേട്ടായി ഉടുമ്പിന്റെ സ്വഭാവം തന്നെ കാണിച്ച് കാര്യം സാധിച്ചെടുത്ത്.
വാ, ആ മനോഹരമായ സീൻ നമുക്കൊന്ന് കാണാം. വാ, ഇതവിടെ ഇരിക്കട്ടെ. ദേ, ആളൊക്കെ കൂടി ഉണ്ടാ.